ഞാൻ 3 നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നിന്ന് അനേകായിരങ്ങൾ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. 27 കൊല്ലമായിട്ട് ഞാൻ പ്രേക്ഷിതയാണ് ഇവിടെ. 27 വർഷമായിട്ട് ജെറുസലേം ധ്യാന കേന്ദ്രത്തിലെ പ്രേക്ഷിതയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷീ ചേച്ചി. എൻ്റെ മൂത്ത മോൻ്റെ കല്യാണമായിരുന്നു 2021. അവന് ജനുവരിയിലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് അവന് തിരിച്ചു പോകാൻ പറ്റിയില്ല. എന്നിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കും, അച്ഛനെ കണ്ടു പോവും, മാതാവിനോട് നേരിട്ട് എല്ലാ കാര്യങ്ങളും പറയും. അച്ഛൻ പറയും ശരിയാവും. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 8 മാതാവിനെ വന്ന് കിരീടം വയ്ക്കാൻ പറഞ്ഞു അച്ഛൻ. ഞാൻ 20ഓളം കിരീടം എടുത്ത് വെച്ചു മാതാവിന്. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മോനെ ഒരു ക്വാറൻറ്റൈനിലും ഇരിക്കേണ്ട, ഒരു 10 പൈസ ചിലവില്ലാണ്ട് സൗദിയിലേക്ക് റിക്വസ്റ്റ് വന്നു. ഉടനെ പ്ലെയിൻ കയറി വരാൻ പറഞ്ഞിട്ട് അത് ജെറുസലേം ധ്യാനമേഖല അനുഗ്രഹിച്ച് നന്ദി പറയുന്നു മാതാവിനോട്. അത് കഴിഞ്ഞു എൻ്റെ മരുമകൾ ഗർഭിണിയായി. ഞങ്ങളുടെ കൃപയുടെ ഭവനം എല്ലാ ദിവസവും കണ്ടിരുന്നു. അപ്പോൾ അവൾ അടിച്ചു കൊടുക്കും, എനിക്കൊരു ആൺകുട്ടീനെ തന്നെയെന്ന്. അങ്ങനെ ഒരു ആൺകുഞ്ഞിനെ 2021 ക്രിസ്മസ് 25-ാം തീയതി അവൾക്ക് സുഖപ്രസവം കൊടുത്ത് ഒരു ആൺകുഞ്ഞിനെ തന്നു. ക്രിസ്മസ് ദിനത്തിലാണല്ലേ ജന്മദിനം. ഓക്കെ, ഈശോ അനുഗ്രഹിക്കട്ടെ. അത് കഴിഞ്ഞു മോളുടെ കല്യാണം കഴിഞ്ഞ് 4 കൊല്ലമായി. അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അവൾ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു നേഴ്സായിട്ട്. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. അവളും വരുമ്പോൾ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കും, മാതാവിനോട് പ്രാർത്ഥിക്കും. അങ്ങനെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ മക്കളില്ലാത്ത ദമ്പതികളുടെ പ്രാർത്ഥനയ്ക്ക് ജൂൺ 12-ാം തീയതി ഫസ്റ്റ് കടന്നു വന്നു. ആ കടന്നു വന്ന ദിവസം അച്ഛൻ എനിക്ക് 2 മിഠായും ഒരു വെന്തിങ്ങയും തന്നു. നീ ഇത് മോളുടെ പകരം നീ കഴിക്കുന്നു പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് മോള് പിറ്റേ മാസം ഞാൻ വരുമ്പോഴേക്കും എൻ്റെ മോള് പ്രഗ്നൻ്റായി. ജെറുസലേം നാഥോയോട് 1000 കോടി ഉയർച്ച. അത് കഴിഞ്ഞ് മോൾക്ക് ഈസ്റ്റർ ദിനത്തിൽ മെയ് 31-ാം തീയതി മാർച്ച് 31-ാം തീയതി സുഖപ്രസവം കൊടുത്ത് അനുഗ്രഹിച്ചു. യേശുവേ നന്ദി, യേശുവേ